കർണാടകയിൽ വരൾച്ച ദുരിതാശ്വാസത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് കനക്കുന്നു. കടുത്ത വരൾച്ചയിൽ ജനം നട്ടം തിരിയുമ്പോൾ കേന്ദ്ര സഹായം അനുവദിക്കാത്തത് മൗലികാവകാശത്തിൻ്റെ ലംഘനമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാർ കൃത്യസമയത്ത് കേന്ദ്ര സഹായം തേടിയില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ വന്ന് പൊതുവേദിയിൽ പ്രസംഗിച്ചത്. ബംഗളൂരിലെ പുതിയ ബ്യൂറോയുടെ അധിപൻ അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു ബംഗളൂരിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ് ആൻഡ് ഈദ് മുബാറക്. നമ്മുടെ ബ്യൂറോ ഒക്കെ നല്ല കടുപ്പിച്ച് നല്ല പ്രവർത്തിക്കട്ടെ. നമ്മുടെ മലയാളി സുഹൃത്തുക്കളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോൾഡൻ സ്ക്രീനിൽ തെളിയട്ടെ. ഓക്കെ, ബ്യൂറോ പ്രവർത്തിച്ചതിൻ്റെ കാര്യം ആദ്യം പറയും, അത് കഴിഞ്ഞ് റിപ്പോർട്ടിലേക്ക്. SKN ബംഗളൂരുവിൽ നമുക്ക് SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് മലയാളികളുണ്ട്. മലയാളികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, വിഷയങ്ങളൊക്കെയുണ്ട്. അതൊക്കെ അഡ്രസ്സ് ചെയ്യണം. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് വാർത്തയാക്കി കൊണ്ടുവരാൻ, അവരുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യസമയത്ത് തന്നെ അത് അഡ്രസ്സ് ചെയ്തു പോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ്. നമ്മളിവിടെ ബ്യൂറോ ആരംഭിച്ചു എന്നറിഞ്ഞതിന് ശേഷം നിരവധിയായിട്ടുള്ള മലയാളികൾ ഈ മലയാളി അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള ചിലവരൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ പിന്നീട് വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങി. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ബംഗളൂരുവിൽ നിരവധിയായിട്ടുള്ള മലയാളികളുണ്ട് എന്ന് നമുക്കറിയാം. മലയാളികൾ ഈ മെട്രോ നഗരത്തിൽ പലവിധ ജോലി ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തി ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ പല പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ ഈ ബ്യൂറോ ആരംഭിച്ചത് ഇന്നലെയാണ്. ഇപ്പോൾ തന്നെ അവർ വിളിച്ചു പറയുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അത്തരത്തിൽ അവരുടെ വിഷയങ്ങളെല്ലാം കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. അതോടൊപ്പം തന്നെ കർണാടകയുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളെല്ലാം കൃത്യമായി നമുക്ക് വാർത്ത കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് SKN എന്തായാലും ഉള്ളത്. അത് തന്നെയാണ് ആദ്യമായി പറയാനുള്ളത്. SKN ഇനി വാർത്തയിലേക്ക് നമ്മൾ വന്നാൽ കർണാടകത്തിലെ കാര്യം. SKN കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഈ വരൾച്ച ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ഈ കർണാടക സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഈ പോര്. അതായത് കർണാടകയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കഠിനമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ചൂടിനൊപ്പം തന്നെ കടുത്ത വരൾച്ചയും സംസ്ഥാനത്താകെ നേരിടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 223 കേന്ദ്രങ്ങളാണ് ഈ വരൾച്ചാ ബാധിത മേഖലകളായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടത്തേക്കുള്ള ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്നതാണ് കോൺഗ്രസ് കർണാടകയിൽ ആരോപിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പ് വിഷയവുമായി ഉന്നയിക്കുന്നുമുണ്ട്. നിയമപരമായി സുപ്രീം കോടതി ഉൾപ്പെടെ കർണാടക സർക്കാർ സമീപിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ അത് മൗലികാവകാശത്തിൽ ലംഘനമാണ്. ഇത്ര വലിയ രൂക്ഷമായ പ്രശ്നം നിലനിൽക്കുമ്പോൾ കേന്ദ്രം ബോധപൂർവം സഹായം നൽകാതെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുവെന്നതാണ് രാഷ്ട്രീയമായി കോൺഗ്രസ് അതിനെ ആരോപിക്കുന്നത്. എന്നാൽ അതിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെ BJPയും അതിൽ മറുപടി പറഞ്ഞു പോകുന്നുണ്ട്. ഈ വരൾച്ചയുടെയോ വരൾച്ചയുടെ ആദ്യഘട്ടത്തിലൊന്നും ഈ കൃത്യമായി കേന്ദ്ര സഹായം സംസ്ഥാന സർക്കാർ തേടിയിട്ടില്ല. ഈ പ്രശ്നങ്ങൾ അതിരൂക്ഷമായ ഘട്ടത്തിലാണ് ഇത്തരമൊരു വിഷയം ചൂണ്ടിക്കാട്ടി രംഗത്ത് വരുന്നതെന്നാണ് BJP അതിനെ മറുപടി നൽകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ പൊതുവേദിയിൽ വെച്ച് അത്തരത്തിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വരൾച്ച ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. നിയമപരമായി അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഇതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കോൺഗ്രസും BJPയും ഉന്നയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർണാടകയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ കർണാടകയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ കാഠിന്യത്തിലേക്ക് കടക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് ബാംഗ്ലൂരു നഗരത്തിൽ നിന്ന് നമുക്കിപ്പം ചേർന്ന്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മുടെ പുതിയ ബ്യൂറോ അവിടെ പ്രവർത്തനം ആരംഭിച്ചു ബംഗളൂരുവിൽ. കുറച്ച് 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ മുംബൈ ബ്യൂറോ ആരംഭിച്ചിരുന്നു. അവിടെ ശ്രീനാഥ് ചന്ദ്രനാണ്. ഇവിടെ അരുൺ പൂപ്പറമ്പയാണ് കർണാടകത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ബംഗളൂരു നഗരത്തിലുള്ള ഈ ബ്യൂറോയുടെ വിശദാംശങ്ങൾ, അതിൻ്റെ അഡ്രസ്സാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതുപോലെ റിപ്പോർട്ടർ ലഭിക്കാനുള്ള അരുൺ പൂപ്പറമ്പയാണ് അവിടെ റിപ്പോർട്ടർ. അദ്ദേഹത്തിന് ലഭിക്കാനുള്ള മൊബൈൽ നമ്പറും കൂടി സ്ക്രീനിൽ ഇപ്പോൾ ഉണ്ട്. നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ബംഗളൂരിൽ ഒരുപാട് ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. ഒരുപാട് IT ലോകത്ത് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ തന്നെ ഈ സാധ്യത ഉപയോഗിക്കണം. നമ്മുടെ ഗോൾഡൻ സ്ക്രീൻ നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിൻ്റെ പരമായ സാധ്യത നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിസാർ സുജ ഒരു കാര്യം പറയുന്നു. ഓൺ ഗ്രിഡ് സോളാർ വന്നതുകൊണ്ടാണ് വൈദ്യുത ഉപഭോഗം ഇത്രയും കൂടിയത്. പൈസ ഫ്രീ എന്ന് കരുതി ആൾക്കാർ ഉപയോഗം കൂട്ടിയെന്നാണ് പറയുന്നത്. അതുപോലെ ജോൺ ജോസഫ് പറയുന്നു, SKN കർണാടകത്തിൽ ഇപ്പോൾ നല്ല തണുപ്പാണ്, രാവിലെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു, പക്ഷേ പറ്റില്ലല്ലോ.
അങ്ങനെ ഉറക്കം മതി ചങ്ങാതി, നമുക്കിനി ഉദ്ധാനം ചെയ്തിടേണ്ടേ. ഉറങ്ങരുത് കേട്ടോ, ആവശ്യമില്ലാതെ ഉറങ്ങരുത്.